ആർമിസേ, എനിക്ക് പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. ഞാൻ എല്ലാ വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, ഇല്ല അല്ലേ? ഓക്കെ, ഞാൻ എൻ്റെ അമ്മ വീട്ടിലല്ല ഇപ്പോൾ ഉള്ളത്. എൻ്റെ വീട്ടിലല്ല, ഞാൻ എൻ്റെ അമ്മ വീട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ എന്ന് പറഞ്ഞാൽ ഫുൾ പാടമാണ്. വീടിൻ്റെ സൈഡ് മാത്രമേ പാടമില്ലാത്തുള്ളൂ, ബാക്കി എല്ലായിടത്തും പാടമാണ്. അപ്പോൾ ഇവിടുത്തെ കുഞ്ഞാവ കിടന്ന് ഉറങ്ങുകയാണ്. അതുകൊണ്ട് ഞാൻ ഈ പാടത്ത് വന്നിരിക്കും. ടി വി ഒന്നും വയ്ക്കാൻ പറ്റില്ല, അതുകൊണ്ട് പാടത്ത് വന്നിരിക്കുന്ന സമയത്ത് കാറ്റടിക്കും. അപ്പോൾ ആ കാറ്റിൻ്റെ സൗണ്ട് നിങ്ങളിതിൻ്റെ ഇടയ്ക്ക് കൂടെ എന്തായാലും കേട്ടിരിക്കും, അങ്ങനെ ഉണ്ടാവുള്ളൂ. അല്ലാത്ത സമയം ഞാൻ മറ്റേ ചാനൽ, നമ്മുടെ ചിക്കൻ സർമികൾസ് ചാനലിനകത്ത് ഇട്ടേക്കുന്ന മൈക്കോൾഡ് സിയോ എന്ന് പറഞ്ഞിട്ടുള്ളതിൽ ജീവിയുടെയാണ് നമുക്ക് പണി എന്നുകൊണ്ടിരുന്നത്. കാരണം അത് ഞാൻ എഡിറ്റ് ചെയ്യണ രാത്രി ആയിരിക്കും, 7 മണിയാകുമ്പോഴായിരിക്കും ഞാൻ എഡിറ്റ് ചെയ്യുക. കറക്റ്റ് 7 മണിയാകുമ്പോഴത്തേക്കും ഞാൻ നമ്മുടെ മറ്റേ 2 പേരെ, ചിമ്മീനെ സുങ്കിനെയൊക്കെ വിളിച്ചുകൊണ്ട് വരും. അവർ പടന്ന് വന്നിരുന്ന് ഏകദേശം ഒരു 9 മണിയാകുമ്പോഴത്തേക്കാണ് നമ്മുടെ പരിപാടിയൊക്കെ തീരുള്ളൂ. അന്ന് തന്നെ ഞാൻ ഡബ് ചെയ്ത് എഡിറ്റ് ചെയ്ത് വിടും. പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡബ് ഞാൻ ചെയ്ത് കഴിഞ്ഞാലും എഡിറ്റ് ചെയ്തിട്ട് ഏകദേശം 2-3 ദിവസം കഴിയും. അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നാൽ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പെണ്ണിന് നല്ല രീതിയിൽ ചൊവ്വാദോഷമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ അടുത്തെങ്ങാനും ഈ പെൺകുട്ടിക്ക് നല്ലൊരു ആലോചന വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് നിങ്ങളിത് ഇവിടെ വെച്ച് ഉപേക്ഷിക്കുന്നതാണ് നല്ലത്. അയ്യോ തിരുമേനി, അങ്ങനെ പറയരുത്. ഞങ്ങൾക്ക് വേറെ വഴിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇപ്പം മോളുടെ എങ്ങനെയോ കിട്ടും ഒരു ആലോചന. ഇതായിട്ട് ഈ ചൊവ്വാദോഷം പറഞ്ഞുകൊണ്ട് അങ്ങനെ വേണ്ടാന്ന് നിൽക്കരുത്. ഒന്നും കൂടെ ഒന്ന് നോക്കാൻ പറ്റുമോ? ഞാൻ വേറെ എന്ത് ചെയ്യാനാ മോളെ? എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഇതൊക്കെ ഉള്ളൂ. ഞാൻ പിന്നെ വേറെ വല്ലതും ചെയ്യണമെങ്കിൽ ഞാൻ എന്താ ദൈവമാണോ? നിങ്ങൾ വേണമെങ്കിൽ വല്ല അമ്പലത്തിൽ എന്തെങ്കിലും പോയി നേർച്ചയിടാൻ നോക്കുക. അല്ലെങ്കിൽ സെയിം മോളെ പോലെ ചൊവ്വാദോഷമുള്ള ഒരു ചെറുക്കനെ കണ്ടുപിടിക്കുക, കെട്ടിക്കുക, അത്രേ ഉള്ളൂ. അല്ല, അപ്പോൾ ചൊവ്വാദോഷമുള്ള തന്നെ ചെറുക്കനെ കിട്ടിക്കഴിഞ്ഞാൽ പ്രശ്നമെല്ലാം തീരുമോ? പ്രശ്നം മൊത്തത്തിൽ തീരുന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്നാലും ഇപ്പോൾ നിങ്ങൾ കണ്ടുപിടിക്കാൻ നിൽക്കുന്ന ചെക്കനേക്കാളും എന്തുകൊണ്ട് സുരക്ഷിതം അതാണ്. കാരണം ചൊവ്വാദോഷം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊത്തിരി വിശ്വാസമുള്ളവരാണെങ്കിൽ കല്യാണത്തിനൊന്നും സമ്മതിക്കില്ല. അപ്പം അതുകൊണ്ട് ചൊവ്വാദോഷമുള്ള ചെറുക്കനെ തന്നെ കണ്ടുപിടിക്കുക. അങ്ങനെയാണെങ്കിൽ ശരിയാവും. ഓ ആയിക്കോട്ടെ തിരുമേനി, എന്നാൽ ഞങ്ങൾ ഇറങ്ങുവാണേ. അവൻ നിങ്ങളുടെ പിച്ചാത്തിപ്പടി വന്ന് കയറിയാലും നിങ്ങളുടെ കൈ പറിക്കും. എന്ത് ചൂടണമെന്ന് അവന്റെ പേര്. നിങ്ങൾ ദക്ഷിണ തരാൻ മറന്നിരിക്കണു. ഇത്രയും നല്ല രൂപയായി ഞാനല്ലേ കാണിച്ചു തന്നത്, ദക്ഷിണ തന്നിട്ടില്ല. ഓ സോറി. ഇതാ എന്തെങ്കിലും ഓക്കെ ആയോ? ആ തിരുമേനി ആദ്യം ഒന്നും നടക്കില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ പറഞ്ഞു മോളെ പോലെ തന്നെ ചൊവ്വാദോഷമുള്ള ഏതെങ്കിലും ചെക്കനുണ്ടെങ്കിൽ അതിനെ കണ്ടുപിടിച്ച് കെട്ടിക്കാൻ. എന്തായാലും അമ്മീനി അതിനുള്ള പുറപ്പാടാം. അമ്മയ്ക്ക് എന്തേ വട്ടുണ്ടോ? ഞാൻ പറഞ്ഞതല്ലേ എനിക്കിപ്പോൾ കല്യാണമൊന്നും വേണ്ടെന്ന്. നിങ്ങളായിട്ട് തീരുമാനിച്ചല്ലേ, അനുഭവിച്ചോ? നിന്റെ ചേച്ചി ഒരുത്തിനെ കെട്ടിച്ചു വിട്ടിട്ട് അധികം നാളൊന്നും ആയിട്ടില്ല, മറക്കണ്ട. അവൾ ഇതേപോലെ തന്നെ എനിക്ക് കല്യാണം വേണ്ട, എനിക്ക് പഠിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നവളാണ്. ഇപ്പം എന്ത് ഹാപ്പി ആയിട്ടാണ് ജീവിക്കുന്നത്. അതുപോലെ തന്നെ വരണമെന്നേ ഞാനും ആഗ്രഹിച്ചിട്ടുള്ളാണ്ട് നിന്നെ വേഗം വീട്ടിൽ നിന്ന് നാട് കടത്തണമെന്നൊന്നും ഞങ്ങൾ വിചാരിച്ചിട്ടില്ല. അല്ല അനു, നമ്മുടെ വിനായക മോൻ ഏകദേശം ഇതേപോലെ തന്നെ ചൊവ്വാദോഷമുള്ള കൂട്ടരല്ലേ? നമുക്കൊന്ന് പോയി ചോദിച്ചാലോ? അയ്യോ അത് നേരാണല്ലോ, ഞാൻ എന്താ കാര്യം വിട്ടുപോയേ. അവരാണെങ്കിൽ നമ്മളോട് ഇടയ്ക്ക് ചോദിക്കും കൂടി ചെയ്തത് അമ്മോനെ പറ്റിയ ചൊവ്വാദോഷക്കാരും എല്ലാം കിട്ടുമെന്ന്. നമുക്ക് എന്തായാലും അവരോടൊന്ന് ചോദിക്കാം. ദൈവമേ, അങ്ങേരുമായിട്ടുള്ളത് വല്ലതും നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ തീർന്നു. എന്നെ കണ്ണിന് 2 മണിക്ക് കാണാൻ പാടില്ല അങ്ങേർക്ക്. എൻ്റെ ഇടയ്ക്ക് എന്നെ കല്യാണം കൂടി കഴിച്ചാൽ തീർന്നു.
ദേവേട്ടാ, അവിടുന്ന് നമ്മുടെ രാധ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവൾ പറഞ്ഞു അമ്മിമോൾക്ക് എന്തോ കല്യാണത്തിന് ജാതകം നോക്കാൻ പോയപ്പോൾ ജ്യോത്സ്യം പറഞ്ഞു അവൾക്കെന്തോ ചൊവ്വാദോഷമുണ്ട്. അപ്പോൾ സെയിം ചൊവ്വാദോഷമുള്ള ചെക്കനെ തന്നെ കണ്ടുപിടിക്കുവാണെങ്കിൽ അത്രയും സേഫ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ വിച്ചുവിന് സെയിം ആയിട്ട് ചൊവ്വാദോഷം ഉണ്ടല്ലോ. അപ്പോൾ ഇവിടെ രണ്ടുപേരുടെ അങ്ങ് നടത്തുവാണെങ്കിൽ എങ്ങനെയായിരിക്കും എന്ന് എന്നോടൊന്ന് വിളിച്ച് ചോദിച്ചായിരുന്നു അവൾ. എന്താ അഭിപ്രായം? അത് നല്ലൊരു തീരുമാനം. എന്തായാലും അവനോടും കൂടി ഒന്ന് ചോദിക്കണമല്ലോ. എന്തായാലും ഓഫീസിൽ നിന്ന് വരട്ടെ, ചോദിക്കാം. അച്ഛാ, എന്നതാ ചായ ചോദിച്ചില്ലായിരുന്നോ? ഇതാ. ആ മോളെ ചിലപ്പോൾ അടുത്തെങ്ങാനും സന്തോഷ വാർത്ത കേൾക്കേണ്ടി വരും. മോൾക്ക് നമ്മുടെ വിച്ചുവിനെ ഒന്ന് ആലോചിച്ചാലോ എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആണോ? അത് നല്ലൊരു തീരുമാനം കേട്ടോ. ഞാനും കുറേ ആലോചിച്ചതാ. പക്ഷെ അവന് താല്പര്യം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പണ്ട് ഇവർ കോളേജിൽ പഠിക്കണ സമയത്ത് ആമി കുറേ പുറകെ നടന്നല്ലേ ഉണ്ട്. ഇവൻ അതിനോടൊന്നും ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പം എങ്ങനെയാണോ ആ സെയിം ക്യാരക്ടർ തന്നെ അവൻ വെച്ചോണ്ടിരിക്കുകയാണോ എന്ന് അറിയില്ലല്ലോ. ഒന്ന് ചോദിച്ചിട്ട് തീരുമാനം എടുക്കണം കേട്ടോ. അതൊക്കെ അത്രേ ഉള്ളൂ മോനെ. എന്തായാലും കാശിയും വിഷുവും കൂടി ഓഫീസിൽ നിന്ന് വരട്ടെ. നമുക്ക് എല്ലാവരും കൂടി ആലോചിച്ചിട്ട് ഒരു തീരുമാനം വിളിച്ചു വായും. എടാ വേഗം ഇറങ്ങടാ, ഇന്ന് പതിവിലും ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ. എന്തായാലും വീട്ടിൽ ചെല്ലുമ്പോൾ എന്നെ റൂമിന് കയറ്റത്തില്ല. ഇന്ന് സോഫയിൽ തന്നെ കിടക്കേണ്ടി വരും. നിന്നെ കെട്ടിച്ചപ്പോഴേ ഞാൻ വിചാരിച്ചത് ഇതൊക്കെ തന്നെ നടക്കുള്ളൂ. അതുകൊണ്ടല്ലേ ഞാൻ ഇതുവരെ കെട്ടാണ്ടിരിക്കുന്നത്. സെയിം നമ്മളിങ്ങനെ ഫ്രീ ബേർഡായിട്ട് ഇങ്ങനെ പട്ടം പോലെ പറന്ന് നടക്കണം. നിൻ്റെയൊക്കെ കഴുത്തിൽ എപ്പോഴേ കുരുക്കും. നിന്റെ ഈ പാറിപ്പടത്തമൊക്കെ ഇന്നത്തെ കൊണ്ട് തീരും. എന്തായാലും വീട്ടിലേക്ക് വാ, ഒരു ചെറിയ സസ്പെൻസ് നിന്നെ കാത്തിരിക്കുന്നുണ്ട്. അതെന്തോ കൊള്ളിച്ച് പറഞ്ഞതല്ലേ? കൊള്ളാറാവുമ്പോ കൊണ്ടോളൂ. നീ എന്തായാലും വീട്ടിലേക്ക് വാ. എന്താടാ നീ ഇത്ര വൈകിയേ? അല്ലെങ്കിൽ 9 മണിക്ക് മുന്നേ നീ വീട്ടിൽ കയറും. ഇപ്പം സമയം നോക്കിയൊക്കെ 10:15. നിങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഇവിടെ വാല് തുറന്നിട്ടിരിക്കാൻ പറ്റുമോ? അയ്യോ, കിടന്ന് ഒച്ച ഉണ്ടാക്കല്ലേ, ഞാൻ പറയാം. ഇന്ന് കുറച്ച് ഹെവി വർക്ക് ഉണ്ടായിരുന്നു. ഇവൻ ഇറങ്ങാണ്ട് ഞാൻ ഒറ്റയ്ക്ക് വന്നു കഴിഞ്ഞാൽ അതിന് ഇവൻ്റെ കയ്യിൽ നിന്ന് ചീത്ത വെക്കും. അതുകൊണ്ട് ഇവന് വേണ്ടി ഞാൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. അത്രേ ഉണ്ടായുള്ളൂ. 10:15 ആയിട്ടുള്ളൂ. നമ്മളൊക്കെ ഉറങ്ങുമ്പോൾ 1 മണി കഴിയൂലേ? പിന്നെന്താ? എന്ത് പറഞ്ഞാലും ന്യായീകരിച്ചോണം കേട്ടോ. എന്താ വൈകിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെന്താ, നമ്മൾ കിടക്കണ സമയം ആവുന്നല്ലേ ഉള്ളൂ. കാരണം എന്താന്ന് പറഞ്ഞുകൂടാ? നിന്നെ നോക്കി ഇവിടെ ഒരു ഗർഭിണി കൊച്ചിരിക്കുന്ന. അതിന് ഇതുപോലെ വഴക്കുണ്ടാക്കാൻ എന്താ? ഞങ്ങൾ ഇങ്ങെത്തിയില്ലേ? എടാ, നിന്നോട് നേരത്തെ വരാൻ പറഞ്ഞ വേറെ ഒന്നല്ല, നിന്റെ കല്യാണം ചെറുതായിട്ടൊന്ന് ഉറപ്പിച്ചു. പെണ്ണിനെ നിനക്ക് അറിയായിരിക്കും, നമ്മുടെ അമ്മയമോള് തന്നെയാണ്. അവൾക്ക് എന്തോ ചൊവ്വാദോഷം ഉണ്ടെന്ന് അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു. അപ്പോൾ ചൊവ്വാദോഷമുള്ള ചെറുക്കനെ തന്നെ കിട്ടുവാണെങ്കിൽ പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അപ്പം നിനക്കും സെയിം ചൊവ്വാദോഷം ഉള്ളത് കൊണ്ട് ഞങ്ങൾ നിന്നെ കൊണ്ടാണ് കെട്ടിക്കാന്ന് വിചാരിച്ചു. നിനക്കത് സമ്മതമല്ലേ? നിങ്ങൾ എന്നോട് ചോദിക്കാതെ എൻ്റെ കല്യാണം ഉറപ്പിച്ചോ? നിങ്ങൾക്കൊന്ന് വിളിച്ച് പറഞ്ഞൂടെ? എടാ, നിന്നെ കല്യാണം ഉറപ്പിച്ചില്ല, നിന്നോട് ചോദിച്ചെന്നേ ഉള്ളൂ. സമ്മതം അല്ലെങ്കിൽ വേണ്ട, ഞാൻ വിളിച്ച് പറഞ്ഞോളാം. അല്ല, അതിന് സമ്മതമല്ല എന്ന് ആരാ പറഞ്ഞേ? എന്തേ, അപ്പം നിനക്ക് സമ്മതമാണോ? അല്ല, സമ്മതം ആണോ എന്ന് ചോദിച്ചാ അല്ല, എന്നല്ലേന്ന് ചോദിച്ചാണ്. നടത്തണമെങ്കിൽ നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ നടത്തിക്കോ, എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. അയ്യോ, നിന്നെ ആരും ഇവിടെ ബുദ്ധിമുട്ടിക്കുന്നില്ല. നിനക്ക് വേണമെങ്കിൽ നീ കെട്ടിയാൽ മതി. അല്ലാണ്ട് കഴുത്തിൽ കയറ് കെട്ടിയോ ഉരുക്കിട്ടോ എന്നൊന്നും പറഞ്ഞ് നടക്കേണ്ട കാര്യമില്ലല്ലോ അതിൻ്റെ ഇടയ്ക്ക്.
വാവ്, വണ്ടർഫുൾ. അപ്പോൾ ഇന്നും ഞാൻ സോഫയിൽ തന്നെ, അവൾ കട്ടിലും ഇന്നെങ്കിലും മര്യാദയ്ക്ക് ഉറങ്ങാമെന്ന് വിചാരിച്ചു. എന്നാ ഞാനെന്നാ മാധവനെ വിളിച്ച് പറയട്ടെ ഇങ്ങനെ സമ്മതാന്ന്. ആരെയാന്ന് വിളിച്ച് പറ. അനു, ദേ അവിടുന്ന് ദേവ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ വിനായകമോൻ കല്യാണത്തിന് സമ്മതിച്ചെന്ന്. ശരിക്കും വെച്ചാ അങ്ങനെ വരാൻ വഴി ഇല്ലല്ലോ. പിന്നില്ലാണ്ട് എല്ലാവരും നിന്നെ പോലെയാന്ന് വിചാരിച്ചോ? എന്ത് പറഞ്ഞാലും അവൻ നെഗറ്റീവ് അടിക്കാൻ വന്നോളൂ. അവനെന്തായാലും കല്യാണത്തിന് സമ്മതിച്ച് നന്നായി. നമുക്കെന്തായാലും ഉടൻ എന്നെ നിശ്ചയം അങ്ങ് നടത്താം. എടി, നീ അപ്പൊ തിരുമേനി പറഞ്ഞത് മറന്നോ? ശോദോഷക്കാരിക്ക് അധികം സമയമൊന്നും വെച്ച് നീട്ടിക്കൊണ്ടു പോകാൻ പറ്റില്ല. നമുക്ക് ഡയറക്റ്റ് കല്യാണത്തിലേക്ക് അങ്ങ് വെച്ചാലോ എന്നല്ലേ പറഞ്ഞത്. നിശ്ചയമൊന്നും നടത്താൻ ഇപ്പൊ സമയമില്ല. നമുക്ക് അടുത്ത മാസത്തേക്ക് അങ്ങ് വെക്കാം. ഓ, ആ കാര്യം ഞാനിങ്ങ് വിട്ടുപോയി. എന്നാൽ പിന്നെ നമുക്ക് ഡയറക്റ്റ് കല്യാണം നടത്താം. നിങ്ങൾ അവരോട് പറഞ്ഞായിരുന്നോ? ഞാൻ ദേവനെ വിളിച്ചു പറഞ്ഞു, അവൻ ഓക്കെ പറഞ്ഞു. പിന്നെ ഇനിയിപ്പോ ഇവർക്ക് ഓഫീസിലെ ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് ഏകദേശം ഒരു 2-3 ആഴ്ചത്തേക്ക് ലീവ് എടുക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ ചെറിയ പ്രശ്നം മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ഓക്കെ. പിന്നെ നമുക്ക് കാറ്ററിങ്ങും ഡെക്കറേഷൻ വർക്കും എല്ലാം ഞാൻ അവിടെ നമ്മുടെ ഇവിടുത്തെ ഭാസ്കരന്റെ മോന്റെ കല്യാണം നടത്തിയ ടീമുകാരില്ലേ, അവരുടെ അടുത്ത് ഏൽപ്പിച്ചിട്ടുണ്ട്. അവർ ഓക്കെ പറഞ്ഞു. പക്ഷെ ആ ദിവസം തന്നെ ഏകദേശം 2-3 കല്യാണം അവർക്കുണ്ട്. അപ്പം അതുകൊണ്ട് ഭയങ്കര തിരക്കായിരിക്കും. എന്നാലും അവർ ഓക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്തായാലും അവരെ തന്നെ വിളിക്കാം. ആ, ഭാസ്കരൻ്റെ മോൻ്റെ കല്യാണം നടത്തിയ ടീം അവർ നല്ലതാണ്. ഫുഡെല്ലാം നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ അവരെ തന്നെ വിളിക്കാം. പിന്നെ ലീവ് എടുക്കണ കാര്യം അതെന്തായാലും അവർ തീരുമാനിക്കട്ടെ. പിന്നെ ഇവർക്ക് കോളേജിൽ അത് പിന്നെ ഇവള് അല്ലേലും പോവാറില്ല. ഇതിപ്പോൾ ഇതും കൂടെ ആകുമ്പോഴത്തേക്ക് അവൾക്ക് തൃപ്തിയായി കാണും. അമ്മ അങ്ങനെ പറഞ്ഞു ഞാൻ കോളേജിൽ പോവാറില്ലേ? പിന്നെ ഏകദേശം 2-3 ദിവസമൊക്കെ പോവാതിരുന്നു. അതിന് അതിൻ്റെതായിട്ടുള്ള റീസൺ ഉണ്ട്. ചിലപ്പോൾ പനിയായിരിക്കും, ചിലപ്പോൾ ചുമയായിരിക്കും, അങ്ങനെ എന്തെങ്കിലും. അമ്മയാണെങ്കിലും പിന്നെ ഇങ്ങനെ പോവാതിരിക്കില്ല. എന്നോട് അമ്മ പറഞ്ഞിട്ടുണ്ട്. അമ്മയുടെ ഫാമിലിയിൽ ഏറ്റവും കൂടുതൽ ലീവ് എടുത്തേക്കണ അമ്മയാണ്, സ്കൂളിലും കോളേജിലടക്കം. എന്നിട്ട് എന്നെ പഠിപ്പിക്കാൻ വരുന്നത്. ഇതേ കണ്ടോ അവക്കട അഹങ്കാരം നോക്കിക്ക്. അടുത്ത ആഴ്ച കെട്ടിച്ചു വിടേണ്ട പെണ്ണ ഞാൻ കാണിച്ചു തരാട്ടോ. എന്നാൽ നമുക്ക് ആ ജോൽസിന്റെ അടുത്ത് ചെന്ന് ഇവിടെ രണ്ടുപേരുടെ ജാതകം കൊടുത്തിട്ട് ഡേറ്റ് അങ്ങ് ഫിക്സ് ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ മൊത്തം തിരക്കായിരിക്കും. ആ വഴി ചെന്ന് നമുക്ക് കല്യാണക്കുറി അടിക്കാനും കാറ്ററിംഗുകാരെയൊക്കെ ചെന്ന് കാര്യം ഒന്ന് അറിയിച്ചിട്ട് വരാം. അല്ല, നമുക്ക് മറ്റേ ഓഡിറ്റോറിയം ബുക്ക് ചെയ്യാനും ഡ്രസ്സും ജ്വല്ലറീസും ഒക്കെ എടുക്കാൻ പോകണ്ടേ? അപ്പം അതെങ്ങനെയാ? അതൊക്കെ ദേവനെടുത്ത് അവൻ ഇങ്ങോട്ട് പറഞ്ഞത്. അവൻ തന്നെ എടുത്തേക്കാന്ന് പറഞ്ഞു. അവൻ എന്തായാലും 2 ദിവസത്തേക്ക് ജോലിയില്ല. അവന് ഷിഫ്റ്റ് എന്തോ വേറെ ആളുകൾ എന്തോ കയറിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് അവൻ 2 ദിവസത്തേക്ക് വീട്ടിലുണ്ടാവും. അപ്പോൾ ഈ 2 ദിവസം ഇരുന്ന് അവൻ ഓഡിറ്റോറിയം ബുക്ക് ചെയ്യാനും ഡ്രസ്സിങ്ങിനെല്ലാം ചെയ്തോളും. പക്ഷേ മോൻ്റെ മോതിരം, കല്യാണ മോതിരം അത് നമ്മളോട് എടുത്താനാണ് പറഞ്ഞത്. അപ്പോൾ നമുക്കത് എന്തായാലും നാളെയോ മറ്റന്നാളോ പോയി എടുക്കാം. ഒരുമിച്ച് പോയി എടുക്കാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ ആഭരണങ്ങൾ നമുക്ക് ഒരുമിച്ച് പോയിട്ട് അങ്ങ് എടുക്കാം. അല്ലെങ്കിൽ പിന്നെ ഫുൾ കൺഫ്യൂഷൻ ആവില്ലേ. ഡ്രസ്സൊക്കെ അവൻ എടുത്തോളാം. ആ, ഓക്കെ. എന്നാൽ പിള്ളേർ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു പോവാം. നമുക്കിനി കല്യാണത്തിന് പോവാം. നിശ്ചയമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് വേഗം പോയി ഫുഡ് തട്ടിയിട്ട് വരാം. വല്ല ലുക്കും ചക്കന്മാരുണ്ടാവും, നമുക്ക് പോയി നോക്കിയിട്ട് വരാം. നിങ്ങൾ ഇവിടെ പെണ്ണിന്റെ അടുത്ത് മാത്രം നിൽക്കല്ലേ, അവിടെ ചെറുക്കനും കൂടി ഉണ്ട്. നിങ്ങൾ അവനും ഒന്ന് മൈൻഡ് ചെയ്യേ. ചെറുക്കനേക്ക് നോക്കാനല്ലേ അവനും അവൻ്റെ ഫ്രണ്ട്സും പിന്നെ നിങ്ങളൊക്കെ നിൽക്കുന്നത്. ഞങ്ങൾ പെണ്ണുങ്ങൾ വന്നിട്ട് അവനെ എന്ത് ചെയ്യാനോ, അവനെ ചട്ടിയിടിപ്പിക്കാനോ? ഇവിടക്കല്ലേ കൂടുതൽ കാര്യങ്ങൾ നോക്കേണ്ടത്. എനിക്കൊരു കാര്യം ഇപ്പോഴേ പറയാനുണ്ട്. അതന്ന് ഞാൻ പറയണമെന്ന് ഓർത്താ മറന്നുപോയി. അതായത് കല്യാണം കഴിഞ്ഞ് ഇവിടെ നമ്മുടെ അടുത്തോട്ട് കൊണ്ടുവരുമല്ലോ. ആ സമയത്ത് ഇനി ഭാര്യ 2 അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ എന്നെ പറയരുത്. നിങ്ങളെ അച്ഛനമ്മേനെ ഞാൻ പറയുന്നുള്ളൂ. ഈ ഇരട്ടകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് എൻ്റെ തലക്കിട്ട് കയറാൻ വന്നേക്കരുത് കേട്ടോ. അയ്യേ, ഇങ്ങനെ എന്തോ പറയുന്നത്. ഞങ്ങൾ രണ്ടുപേരും കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവില്ലേ? ജസ്റ്റ് റിമെമ്പർ, എനിക്ക് ഇവളേക്കാ പൊക്കം കുറവാണ്, ഇവക്ക് എന്നേക്കാ പൊക്കം കൂടുതലാണ്. വോയിസ് നോക്കുവാണെങ്കിൽ എൻ്റെ വോയിസ് കുറച്ച് ഡീപ്പാണ്, അവക്കട കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള വോയിസാണ്. ഇതൊക്കെ വെച്ചങ്ങ് കണ്ടുപിടിച്ചാൽ പോരെ. പിന്നെ മാറിപ്പോവാൻ ഇനി മാത്രം എന്താ? പിന്നെ മുടിയുടെ ലെങ്ത്തും ഡ്രസ് കോഡൊക്കെ വെച്ച് നോക്കിയാൽ മതി. ഓക്കെ. ഓ, നിങ്ങൾ ഇങ്ങനെ കിടന്ന് പറയല്ലേ. മുഹൂർത്തം തുടങ്ങാറേ. വേഗം ഒന്ന് റെഡിയാക്കി കൊണ്ടുവരാമോ? തിരുമേനിക്ക് അവിടെ വന്നിരിക്കാൻ തുടങ്ങി. എൻ്റെ ചെറുക്കൻ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുവോ പാവം.
கனவு கதல ஒரு விதமான மாற்றம் இல்ல இரவின உந்த மடிகளை தவண்டு தினமும் தர வேண்டின முற்றமும் இல்ல கட்டில் தின கதகளியாட முயலாடுது ஆன்மான் வாட மதி சாய்ந்தது முன் நறுகளை நான் இருக்கையில் ரமணி உடலோட மல்லி